ചാപ്റ്റർ 7 ടാൻജൻസ് അഥവാ തൊടുവരകൾ. SSLC എക്സാമിന് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിൽ സാധാരണ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് 4 ടൈപ്പ് കൺസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട്. ഈ 4 ടൈപ്പ് കൺസ്ട്രക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ അവസാനത്തെ ഫോൾഡറിൽ കൺസ്ട്രക്ഷൻ അഥവാ നിർമ്മിതികൾ എന്ന ഫോൾഡറിൽ ഈ 4 ടൈപ്പ് കൺസ്ട്രക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിൽ കൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് പറയുന്നില്ല. അപ്പം ഞാൻ പറയും, ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അതിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ട് വരുമ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് SSLC എക്സാമിന് ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ടാൻജൻസ്. ടാൻജൻസ് എന്ന വേർഡ് വന്നത് ടാൻജിയർ എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ടാൻജിയറിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു ടച്ച്, തൊടുക എന്നാണ്. അങ്ങനെയാണ് തൊടുവരകൾ എന്ന മലയാളം വേർഡിന് ഇംഗ്ലീഷിൽ ടാൻജന്റ് എന്ന പേര് വന്നത്. നമ്മൾ ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ ടാൻ എന്ന അളവ് കണ്ടിരുന്നു. ഈ ടാൻ എന്ന അളവിന്റെ മുഴുവൻ പേര് ടാൻജന്റ് എന്നാണ്. അപ്പോൾ എന്താണ് ത്രികോണമിതിയിലെ ടാൻജന്റ് എന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടാൻജന്റുമായിട്ടുള്ള ബന്ധം, ഇത് രണ്ടും ഒന്നാണ് അതോ ഇത് രണ്ടും വ്യത്യാസമുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിനു മുമ്പ് ആദ്യമായി ടാൻജന്റ് അഥവാ തൊടുവരകൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം അതിനെ നമ്മൾ ത്രികോണമിതിയിലെ ടാൻജന്റുമായി കണക്ട് ചെയ്യും. ഈ ചാപ്റ്റർ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന് പറയുന്നത് സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട പല വേർഡ്സും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്നും ഓർക്കാം. സെന്റർ ഓഫ് സർക്കിൾ വൃത്തകേന്ദ്രം, റേഡിയസ് ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ ആരം, ഡയമീറ്റർ ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ വ്യാസം, കോഡ് ഓഫ് സർക്കിൾ വൃത്തത്തിലെ ഞാൻ, ആർക്ക് ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ ചാപം. ഇത് നമുക്ക് പരിചയമുള്ള സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സ് ആണ്. ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. അതിൽ ആദ്യത്തെ ടേമായ സെന്റർ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ, സർക്കിളിന്റെ സെന്റർ, കേന്ദ്രത്തെയാണ് നമ്മൾ സെന്റർ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് സെന്റർ ഓഫ് സർക്കിൾ. ഇവിടെ നിന്ന് സർക്കിളിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട് അല്ലെ, അനന്തമായ ബിന്ദുക്കൾ കൂടി ഉള്ളതാണ് സർക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് അഥവാ ആരം. ഓക്കെ. ഇനി മൂന്നാമത്തെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ 2 പോയിന്റുകളെ കേന്ദ്രവുമായി യോജിപ്പിക്കുന്ന വരേനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഞാൻ 2 പോയിന്റ്സ് എടുക്കുന്നു. 2 പോയിന്റ്സിനെ സെന്ററിലൂടെ ജോയിൻ ചെയ്യും. ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 2 റേഡിയസ് കൂടുമ്പോഴുള്ളതാണ്. അതേപോലെ കോഡ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ കോഡ്, വൃത്തത്തിലെ ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്ന വ്യാസം വൃത്തത്തിലെ ഒരു ഞാൻ തന്നെയാണ്. ഡയമീറ്ററിനെ നമ്മൾ പറയുന്ന ലോങ്സ്റ്റ് കോഡ് ഇൻ ദ സർക്കിൾ ആണ് ഡയമീറ്റർ. ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാനാണ് ഡയമീറ്റർ അഥവാ വ്യാസം. അപ്പോൾ ഇവിടെ ഞാൻ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്തിട്ട് ഒരു വര വരച്ചിരിക്കുന്നു. സോ ദിസ് ഇസ് എ കോഡ്, ഒരു ഞാനാണ്. ഇത് സർക്കിളിലെ 2 പോയിന്റിനെ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന വരയാണ്. അതിന് നമ്മൾ പറയുന്ന പേര് കോഡാണ്. ഒരു കാര്യം ഓർക്കുക, ഡയമീറ്റർ എന്ന് പറയുന്നതും സർക്കിളിലെ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്നത് തന്നെയാണ്. അതും കോഡ് തന്നെയാണ്. ഡയമീറ്റർ ഈസ് ലോങ്സ്റ്റ് കോഡ്. ഒരു സർക്കിളിലെ ഏറ്റവും വലിയ ഞാനാണ് വ്യാസം. ഇനി ആർക്ക് ഓഫ് എ സർക്കിൾ.
ഒരു വൃത്തത്തിന്റെ ഒരു ഭാഗത്തെ, ഒരു വളയത്തിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സെന്റർ ഓഫ് സർക്കിൾ എന്താണെന്ന് മനസ്സിലാക്കുക. റേഡിയസ് ഓഫ് സർക്കിൾ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഒന്ന് ഓർമ്മിക്കുക. റേഡിയസ് ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ ആരം, ഡയമീറ്റർ ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ വ്യാസം, കോർഡ് ഓഫ് സർക്കിൾ വൃത്തത്തിലെ ഞാൻ, ആർക്ക് ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ ചാപം. ഇനി നമ്മൾ 9ാം ക്ലാസ്സിലായിട്ടും അതുപോലെ തന്നെ നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് നിന്നും പഠിച്ച കുറച്ച് ടേംസും കൂടെ ഓർക്കാം. സെക്ടർ ഓഫ് എ സർക്കിൾ വൃത്താംശം, സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ വൃത്തഭാഗം. എന്താണ് സെക്ടർ ഓഫ് എ സർക്കിൾ? വൃത്താംശം നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അതായത് നമ്മൾ സെന്ററിലൂടെ സർക്കിളിന്റെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ അഥവാ വൃത്താംശം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ ഒരു കോഡ് വരച്ചാൽ, ഒരു ഞാൻ വരച്ചാൽ അത് സർക്കിളിനെ 2 ഭാഗങ്ങളാക്കും. ഇതൊരു കഷ്ണം, ഇതൊരു കഷ്ണം. ഓക്കെ. അപ്പോൾ ചെറിയ ഭാഗത്തിന് നമ്മൾ സ്മോളർ പാർട്ട് ഓഫ് ദ സർക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൈനർ സെഗ്മെന്റ് എന്ന് പറയും. മൈനർ സെഗ്മെന്റ് അല്ലെങ്കിൽ സ്മോളർ പാർട്ട് ഓഫ് ദ സർക്കിൾ, ചെറിയ ഭാഗം എന്ന് പറയും. വലിയ ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് മേജർ സെഗ്മെന്റ് അല്ലെങ്കിൽ ലാർജർ പാർട്ട് ഓഫ് ദ സർക്കിൾ എന്ന് പറയും. വലിയ ഭാഗം എന്ന് മലയാളത്തിൽ നമ്മൾ ചുരുക്കത്തിൽ പറയും. അപ്പൊ എന്താണ് സെക്ടർ അഥവാ സെഗ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. സെക്ടറും സെഗ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. സെക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം, ഇത് രണ്ടും സർക്കിളിന്റെ ഓരോ ഭാഗങ്ങളാണ്, ഓരോ കഷ്ണങ്ങളാണ്. ഓക്കെ. അപ്പൊ സെക്ടറിൽ സെന്ററും കൂടെ കൂടി, സെന്ററും വരും, റേഡിയസും വരും. ഇതാണ് സെക്ടർ. ഇതും സെക്ടർ തന്നെയാണ്, ഈ ഒരു ചെറിയ ഭാഗവും സെക്ടർ തന്നെയാണ്. ഓക്കെ. എന്നാൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഡ്, സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന വര സർക്കിളിനെ 2ആയിട്ട് മുറിക്കും. ചെറിയ ഭാഗത്തെ നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് പറയും, വലിയ ഭാഗത്തെ നമ്മൾ മേജർ സെഗ്മെന്റ് എന്ന് പറയും. ഈ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ടാൻജന്റ് അഥവാ തൊടുവര എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാം, ടാൻജന്റ് അഥവാ തൊടുവര എന്ന് പറയുന്നത് സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വേർഡാണ്. അതിനുവേണ്ടി നമുക്കൊരു സർക്കിൾ കൺസിഡർ ചെയ്യാം. അവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ സർക്കിളിലെ ഒരു പോയിന്റാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു വര വരയ്ക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കാണാം, സർക്കിളിലെ എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്ന വരയാണ്. കറക്റ്റ് സെന്ററിൽ കൂടി നിങ്ങൾക്ക് വരയ്ക്കാം. അതും അതെ, എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്ന വരയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ കഴിയും. അതേപോലെ ഒരു കുട്ടി ഞാനിങ്ങനെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, അതും ശരിയാണ് അല്ലേ? കാരണം അതും പറഞ്ഞത് എന്താണ്? എ എന്ന് പറഞ്ഞ ബിന്ദുവിലൂടെ കടന്നു പോകുന്ന ഒരു വര വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു വര തന്നെയാണ്. ഇനി ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന, നമ്മളിപ്പോൾ ഇവിടെ ടോട്ടൽ ഒരു 4 വര വരച്ചിട്ടുണ്ട്. ഈ വരകളുടെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം. ഓക്കെ. ഇതിൽ 3 ലൈനുകൾ, ഒന്നാമത് വരച്ച ലൈനിനെ ഞാൻ L1 എന്ന് കൊടുക്കുകയാണ്, രണ്ടാമത് വരച്ചതിന് L2 എന്ന് കൊടുക്കുന്നു, മൂന്നാമത് വരച്ചതിന് L3 എന്ന് കൊടുക്കുന്നു, നാലാമത് വരച്ചതിന് L4 എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് കാണാം, L1 എന്ന വര ഈ സർക്കിളുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. ഈ സർക്കിളിലെ 2 പോയിന്റിലൂടെ കടന്നു പോകുന്നു. L2 എന്ന വര ഈ സർക്കിളിലെ 2 പോയിന്റിലൂടെ കടന്നു പോകുന്നു. L3 എന്ന വരയും ഈ സർക്കിളിലെ 2 പോയിന്റിലൂടെ കടന്നു പോകുന്നു. എന്നാൽ L4 എന്ന വര ഒരൊറ്റ ബിന്ദുവിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ.
ഇനി 3 ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കാൻ കഴിയുമോ? ഒരു സർക്കിളില് 3 പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കാൻ കഴിയുമോ? കഴിയില്ല അല്ലെ? ഏതെങ്കിലും 2 പോയിന്റ്സുകളെ ജോയിൻ ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. സോ നമുക്കൊരു സർക്കിളിനെ ഒരു ലൈനും ബന്ധപ്പെടുത്തി പറയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു സർക്കിളിലെ 2 പോയിന്റ്സുകളെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം, ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈനും വരയ്ക്കാം. ഇത്തരത്തിൽ ഒരു സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടെ മാത്രം കടന്നു പോകുന്ന ലൈനിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ടാൻജന്റ് അഥവാ തൊടുവര എന്ന് പറയുന്നത്. ഒരൊറ്റ പോയിന്റിനെ ടച്ച് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ ടാൻജന്റ് അഥവാ തൊടുവര എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റിനെ ടച്ച് ചെയ്യുന്ന ലൈനിന് ഒരു പേരുണ്ട്. അതിന്റെ പേര് നമ്മൾ പറയുന്നത് സീക്കന്റ് ലൈൻ എന്ന് ആണ്. അപ്പം മലയാളത്തിൽ നമ്മൾ സീക്കന്റ് വര എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടാൻജന്റ് ലൈൻ എന്താണെന്നും മനസ്സിലാക്കി, സീക്കന്റ് ലൈൻ എന്താണെന്നും മനസ്സിലാക്കി. ടാൻജന്റ് ലൈനിന് മലയാളത്തിൽ തൊടുവര എന്ന് പറയുന്നു, സീക്കന്റ് ലൈനിന് സീക്കന്റ് ലൈൻ എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി. സീക്കന്റ് ലൈൻ എന്ന് പറയുന്ന പേര് ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇതിലുള്ള പല റിസൾട്ടുകളും കണക്ട് ചെയ്ത് പഠിക്കാൻ നമുക്ക് എളുപ്പം. അപ്പൊ 2 തരത്തിലുള്ള വരകൾ സർക്കിളിൽ വരയ്ക്കും. എങ്ങനെയൊക്കെയാണ്? ടാൻജന്റും സീക്കന്റും. ഒരു സർക്കിളിലെ ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈനിനെ നമ്മൾ ടാൻജന്റ് അഥവാ തൊടുവര എന്ന് പറയുന്നു. ഒരു സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകളിലൂടെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമ്മൾ സീക്കന്റ് ലൈൻ എന്ന് പറയുന്നു. ടാൻജന്റ്സ് ആർ ലൈൻസ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഓൺ ദ സർക്കിൾ. തൊടുവരകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന വരയാണ്. സീക്കൻസ് ആർ ലൈൻസ് പാസിംഗ് ത്രൂ 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. സീക്വൻസ് വൃത്തത്തിലെ 2 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്കിൾ കാണാം, 2 ലൈൻസും കാണാം. അതില് റെഡ് കളറിലുള്ള വര, ചുമന്ന വര നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സർക്കിളിലെ ഒരൊറ്റ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനാണ്. ആ ലൈനിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ടാൻജന്റ്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയാം തൊടുവര എന്ന് പറയും. ഇനി ഇവിടെ വരച്ചിരിക്കുന്ന ഗ്രീൻ ലൈനിന്റെ പ്രത്യേകത എന്താണ്? പച്ച നിറത്തിലുള്ള വര സൂചിപ്പിക്കുന്ന എന്താണ്? ഇവിടെ നമുക്ക് കാണാം, ഈ പച്ച നിറത്തിലുള്ള വര സർക്കിളിലെ ബി സി എന്നീ 2 ബിന്ദുക്കളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഗ്രീൻ കളറുള്ള ലൈനിന്റെ പേര് സീക്കന്റ് എന്നാണ്. സീക്കന്റ് ലൈൻ, സീക്കന്റ് വര എന്നതാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ ടാൻജന്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഈ ഒരു സർക്കിളിൽ എത്ര ടാൻജന്റ്സ് വരയ്ക്കാം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ സർക്കിളിൽ എത്ര ടാൻജന്റ്സ് വരയ്ക്കാം? അതിനു മുമ്പ് ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന എത്ര ടാൻജന്റ്സ് വരയ്ക്കാം? ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഇനി എയിലൂടെ കടന്നു പോകുന്ന വേറൊരു ടാൻജന്റ് വരയ്ക്കാൻ കഴിയുമോ? നമ്മൾ ഈ ഒരു ലൈനെ എങ്ങനെയൊക്കെ മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും, നമ്മൾ എത്ര ലൈൻ വരച്ചിട്ടുണ്ടെങ്കിലും അത് സർക്കിളിലെ 2 പോയിന്റിലൂടെയെങ്കിലും കടന്നു പോകും. സർക്കിളിലെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരൊറ്റ ലൈൻ മാത്രമേ വരയ്ക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? സർക്കിളില് വൃത്തത്തിലെ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഒരു സർക്കിളിനകത്ത് എത്ര പോയിന്റ്സ് ഉണ്ട്? ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. അങ്ങനെ ആ ഓരോ പോയിന്റിലും ഓരോ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു സർക്കിളിനകത്ത് എത്ര ടാൻജന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് ഇൻഫിനിറ്റ്ലി മെനി, അനേകം, അനന്തമായ തൊടുവരകൾ ഒരു വൃത്തത്തിൽ ഉണ്ട്. എന്നാൽ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഒരു ടാൻജന്റ് അഥവാ ഒരു തൊടുവര മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണിത്. Only one tangent can be drawn at a point on a circle. ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഒരു തൊടുവര മാത്രമേ വരയ്ക്കാൻ കഴിയുകയുള്ളൂ. There are infinitely many tangents on a circle as the number of points on a circle are infinite. ഒരു വൃത്തത്തിൽ അനന്തമായ ബിന്ദുക്കൾ ഉള്ളതിനാൽ ഒരു വൃത്തത്തിന് അനന്തമായ തൊടുവരകൾ ഉണ്ട്.
Now let's see the connection of tangent in trigonometry with a line touching a circle. ത്രികോണമിതിയിലെ ടാൻജന്റ് എന്ന അളവിന് തൊടുവരയുമായുള്ള ബന്ധം. അതിനുവേണ്ടി ഈ ചിത്രം ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം OP. ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ്, ആരമാണ്. TP ഒരു ടാൻജന്റ് ആണ്, തൊടുവരയാണ്. P എന്ന സർക്കിളിലെ പോയിന്റിൽ മാത്രമാണ് TP എന്ന ലൈൻ ടച്ച് ചെയ്യുന്നുള്ളൂ. സോ TP എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ഒരു ടാൻജന്റ് ആണ്. OP റേഡിയസ് ആണ്. OPയും TPയും തമ്മിലുണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയാണ്. ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ OPT ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കാണാം. ഒരു മട്ട ത്രികോണമാണ്. അവിടെ ആംഗിൾ O, കോൺ Oയുടെ അളവ് തന്നിട്ടുണ്ട് X. അങ്ങനെയാണെങ്കിൽ TPയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ആവുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ, ഒരു അക്യൂട്ട് ആംഗിൾ, ഒരു ന്യൂനകോൺ അറിയാമെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോയിലേക്ക് കണക്ട് ചെയ്യും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ നമുക്ക് സപ്പോസ് ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് 1 എന്ന് നമ്മൾ എടുക്കുന്നു, ഒരു യൂണിറ്റ് എന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, അഡ്ജസെന്റ് അറിയും. അപ്പൊ നമുക്കൊരു ട്രിഗണോമെട്രിക് റേഷ്യോ ഉണ്ട്, tan x. tan x എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് എക്സ് ബൈ അഡ്ജസെന്റ് ഓഫ് എക്സ് ആണ്. എതിർവശം ബൈ സമീപവശം. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് TP ആണല്ലോ, എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ്. എതിർവശമാണ് TP. അഡ്ജസെന്റ് എന്ന് പറയുന്നത് OP ആണ്. അപ്പോൾ നമുക്ക് tan x എന്ന് പറയുന്നത് OP, ആരം 1 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ TP ബൈ 1 എന്ന് കിട്ടും. അതായത് tan x എന്ന് പറയുന്നത് TP എന്ന് കിട്ടും. ഓക്കെ, ഒരു വൃത്തത്തിന്റെ ആരം 1 എന്നെടുത്താൽ TP എന്ന തൊടുവരയുടെ നീളം tan x തന്നെ ആണ്. ഒരു സർക്കിളിലെ ടാൻജന്റിന്റെ നീളം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിഗണോമെട്രിയിലെ ടാൻ എന്ന അഥവാ ടാൻജന്റ് എന്ന മെഷർ ഉപയോഗിക്കുന്നു. അതാണ് തൊടുവരയ്ക്ക് ടാൻജന്റ് എന്ന പേര് ഇംഗ്ലീഷിൽ വന്നത്.